റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധി ഇല്ല. കണ്ടോ, ഒരുവൻ തെറ്റ് ചെയ്യാഞ്ഞിട്ട് ശിക്ഷയേറ്റത് കൊണ്ട് എന്താ ഗുണം? അവൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവേ അങ്ങെനിക്ക് വേണ്ടി ശിക്ഷ ഏറ്റു എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റുകാരനാ, ഞാൻ പാപിയ, എന്നെ കഴുകണമെന്ന് പറഞ്ഞാൽ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. കണ്ടോ, സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാണ്ട പുണ്യാഹ രക്തം അട്ടിച്ച് തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് അവനെ അവിടത്തേക്ക് മുൾക്കിരീടം കൊടുത്ത് ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് ഒരു ചെങ്കോലും ഒരു കഴയും പിടിപ്പിച്ച്, എന്തിനാ രാജാവാ? അതിന് പകരം ഒരു കഴയും കൊടുത്ത് ഒരു ചെങ്കോലും പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്ന് കുരിശുമെടുത്തുകൊണ്ട് നടന്ന് വസ്ത്രങ്ങൾ പകത്തിട്ട് അഴിച്ചു മാറ്റി കുരിശുമെടുത്തുകൊണ്ട് നടക്കപ്പെടുകയാണ്. എൻ്റെ പൊന്നു പ്രിയരെ, ക്രൂശുമെടുത്ത് വീണ്ടും എഴുന്നേറ്റും പോവുകയാണ്. വീണ്ടും എഴുന്നേറ്റും ക്രൂശിതൻ പോയി. വീണ്ടും എഴുന്നേറ്റും നമ്മുടെ കർത്താവ് പോയി. എന്തിനാ വീണ്ടും എഴുന്നേറ്റും പോകുന്നത്? തൻ്റെ ചുമലിൽ ഭാരമുള്ള കുരിശുമെടുത്തുകൊണ്ട് വീഴുമ്പോൾ സാധാരണഗതിയിൽ മുഖം പുറമോട്ട് വീഴത്തില്ല. ഭാരം മുതുകത്തിരിക്കുമ്പോൾ മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ചായിരിക്കും വീഴുന്നത്. കൈകൾ കുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ മുഖമടിക്കാം. അങ്ങനെയെങ്കിൽ മുഖത്തിൻ്റെ ഭാഷ, രൂപം, ഛായ മാറി. പ്രവാചകൻ പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി. എന്തിനാ അവൻ വിരൂപനാണെന്നറിയാമോ? എനിക്കറിയാവുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ സുന്ദരന്മാരായിരുന്നു. ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ, ഞാനിവിടെ എല്ലാം കൂടെ നടക്കുന്ന ഡ്രഗ്സൊക്കെ എടുക്കാൻ തുടങ്ങിയ അറിയാവുന്നവർക്ക് ഒറ്റ നോട്ടത്തെ അറിയാം. ചത്ത മീൻ്റെ കണ്ണ് പോലിരിക്കും. അറിയാം മക്കളെ, കുറച്ച് കഴിഞ്ഞാൽ അറിയാം. സ്ഥിരം കുടിയായോ കണ്ണെല്ലാം തല ഇങ്ങനെ ഒരിക്കും. ഓമനത്തോളം മുഖങ്ങൾ വിരൂപപ്പെട്ടു പോയില്ലേ? നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്താ ഇങ്ങനെ ആയത്? പക്ഷെ ഒന്നറിയാം, പാപം വിരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ ആത്മസൗന്ദര്യം വീണ്ടെടുക്കാൻ അവൻ വിരൂപനായി. കണ്ടാൽ ആളറിയാത്തവനെ പോലെ ആയി. വീണ്ടും എഴുന്നേറ്റും കാൽവറി കുരിശിലേക്ക് ഗദസമനിലേക്ക് നടക്കപ്പെട്ടു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. അവർ യേശുവിനെ ക്രൂശിച്ചു. എവിടെ? 2 കള്ളന്മാരുടെ നടുവിൽ. ഇവർക്കൊരബദ്ധം പറ്റി കേട്ടോ. ഇവരോർത്തു നടുക്ക് കിടക്കുന്നവനെ പെരുങ്കള്ളനാ. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റി. ഇവർക്കറിയില്ലായിരുന്നു അവൻ സകലത്തിൻ്റെയും നടുക്ക്. അവിടുന്ന് 2 കള്ളന്മാരുടെ നടുക്ക്, ആകാശത്തിൻ്റെയും ഭൂമിക്കും നടുക്ക്, മനുഷ്യനും ദൈവത്തിനും നടുക്ക് ഏക മധ്യസ്ഥൻ ആകാശത്തിനും ഭൂമിക്കും കീഴേ മാനവരക്ഷയുടെ രക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട ഏകനാമം അവിടുന്ന് നടുക്ക് കിടക്കുക. നോക്കൂ, നടുക്ക് കിടക്കുക. അവർ ക്രൂശിക്കപ്പെട്ടു. ഇവരെന്തിനാ ഈ ക്രൂശീകരണം ഇത്ര നിർബന്ധം പിടിച്ചത്? ക്രൂശെടുത്തുകൊണ്ട് പോകുമ്പോൾ കാണുന്നുണ്ട്, വയലിൽ നിന്ന് വരുന്ന കുറേനായ ശീമോനെ ക്രൂശെടുക്കാൻ എന്ത് ചെയ്തു? ക്രൂശെടുക്കാൻ നിർബന്ധിക്കാൻ കാര്യം എന്താ? യേശുവിനുള്ള സ്നേഹം കൊണ്ടല്ല. വീണു എഴുന്നേറ്റും പോയപ്പോൾ ഇവർക്കൊരു ചിന്ത തോന്നി, ഗദസമനെ ഗാഗുൽത്തായി ചെല്ലുന്നതിന് മുമ്പ് മരിച്ചു പോകും. ഗാഗുൽത്തായി വരെ ചെന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ക്രൂശിക്കും? നഗരത്തിനകത്ത് ക്രൂശിക്കാൻ ഒക്കത്തില്ല, വിശുദ്ധ സ്ഥലമാണ്. ഇത് ശാപമരണമാണ്. പുറത്ത് കൊണ്ടുപോകണം. അവിടം വരെ ചെല്ലണ്ടേ? ഇനി ആരെടുക്കും? റോമാക്കാരെടുക്കുമോ? യഹൂദന്മാരെടുക്കുമോ? ശാസ്ത്രിമാരെടുക്കുമോ? ആരുടെ കൊടുത്തു? വയലിൽ നിന്ന് വരുന്ന പാവത്തിൻ്റെ തലയെ വെച്ച് കൊടുത്തു കേട്ടോ. പാവത്തിൻ്റെ തലയിൽ പക്ഷെ ഗുണമുണ്ടായി. അലക്സണ്ടറും രൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ക്രൂശി ചുമന്ന ഭയങ്കര അനുഗ്രഹമാണ്. ക്രൂശി ചുമന്ന അനുഗ്രഹമാണ്. 3-ാം തലമുറയിൽ കർത്താവിനെ പ്രസംഗിക്കാൻ എളിവനും ഭാഗ്യം കിട്ടി. ക്രൂശ് ചുമന്നാൽ അനുഗ്രഹമാ. ഈ ക്രൂശുമെടുത്തുകൊണ്ട് പോയി. അവരെന്തിനാ ക്രൂശീകരിക്കാൻ കൊണ്ടുപോയത്? ഇവന് എന്തുകൊണ്ട് അവിടത്തേക്ക് ക്രൂശുമരണം തന്നെ കൊടുക്കണമെന്ന് നിർബന്ധിച്ചു? ശാപമരണമാ മക്കളെ, ശാപമരണം. തെളിവ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശാപമായി. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലയുടെ മണ്ടയ്ക്ക് നമ്മൾ പറയും, ഭാരത മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ മണ്ടയിൽ ഇത്ര ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും മുകളിൽ ശാപമുണ്ട്. എങ്ങനെ വരാം? 2 വഴിയിലൂടെ വരാം. അമ്മ വഴി, അപ്പം വഴി വരാം. അമ്മ, അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അമ്മ, അമ്മയുടെ അപ്പൻ, അമ്മയുടെ അമ്മ. വീണ്ടും മേപ്പോട്ട് പൊക്കോ, അപ്പൻ്റെ അപ്പൻ 4 തലമുറയിൽ ഏതെങ്കിലും കണ്ണിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്ന് കയറും. ഇത് പേറി നടക്കുന്നവർ നിലവിളിക്കുന്നു. എങ്ങനെ രക്ഷിക്കാം? അനുഭവിക്കണ്ടേ? ഇത് മാറാൻ അവിടുന്ന് ശാപവർണം വഹിച്ചു.
മായപ്രമാണത്തിൻ്റെ ശാപം അബ്രഹാമിൻ്റെ അനുഗ്രഹം വരേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി. ഗുണം എന്താ? ഒരുവൻ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് യേശുവെ അങ്ങനെക്ക് വേണ്ടി മരിച്ചൊന്ന് സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ബന്ധനങ്ങളെ ക്രൂശിൻ്റെ വചനമുണ്ടല്ലോ, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവശക്തിയായി വ്യാപരിക്കും. ഞാനിന്ന് രാത്രി വളരെ ശാന്തമായി സംസാരിക്കുമ്പോഴും എനിക്കറിയാം ഈ ദേശത്ത് ആ ശക്തി വ്യാപരിക്കുക, ഈ ചുറ്റുപാടിൽ ആ ശക്തി വ്യാപരിക്കുക. ക്രൂശിൻ്റെ വചനത്തിനകത്തൊരു ശക്തിയുണ്ട്. ശക്തി കരങ്ങളടിച്ച് സ്തുതിക്കാവുന്നവന്ന് രാത്രി കരങ്ങളടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാട്ടാരെ, വീട്ടാരെ, കൂട്ടുകാരെ കേൾക്കണം, കേൾക്കണം, കേൾക്കണം. പക്ഷേ ഈ ക്രൂശിൻ്റെ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ഒറ്റ വ്യക്തി ഈ ക്രൂശിൻ്റെ ശക്തിയുമായി, ഈ ക്രൂശിതനുമായി തൻ്റെ വീട്ടിലേക്ക് പോയാൽ, കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിൻ്റെ കുടുംബവും രക്ഷമാക്കി. ഇതിന് വേറെ ശക്തിയുണ്ട്. എനിക്കറിയാവുന്ന ഒത്തിരി അനുഭവങ്ങൾ. അപ്പം കുടിയൻ, അമ്മ തളർന്നു കിടക്കുന്നു, BBSൽ വന്ന കുഞ്ഞ് യേശുവുമായിട്ട് പോയി, ആ വീട് രക്ഷപ്പെട്ടു. ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ യേശുവുമായിട്ട് ആ വീട്ടിൽ നിന്ന് യേശുവെ എന്ന് വിളിച്ചാൽ നിന്റെ വീടിനെ ഉദ്ധരിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ, കരമടിച്ച് സ്തുതിച്ചേ. അർക്കം ഋഗജം രഗനം ശകനം ദിഗനം രഗജം രഗനം ദാരം അർക്ക റിക്ക രഗ നഗ ധര ദിന രഗധര ദിഗന്ധര ദഗന രഗന. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ട അമ്മ നിന്റെ വീടിനകത്ത് വ്യാപരിക്കും. അമ്മച്ചി ഒറ്റയ്ക്കായിരിക്കാം, അപ്പച്ചൻ ഒറ്റയ്ക്കായിരിക്കാം, മക്കൾ ഇന്ന് വഴിതെറ്റി പോയിരിക്കായിരിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനം അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന നീയും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത്. നശിച്ചു പോകുന്നവർക്കെതിരെ ഭോഷത്വം, നശിച്ചു പോകുന്നവർക്കെതിരെ മണ്ടത്തര. അവർ ഞങ്ങളെ കല്ലെറിയും, അവർ ഞങ്ങളെ ഓടിക്കും. പക്ഷേ ഇതുമായിട്ട് ഒരാൾ നിന്ന, കഴിഞ്ഞ രാത്രി എന്നോട് ഞങ്ങളുടെ വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹം ആ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പോൾ ആ ബൈപ്പാസ് റോഡിൽ ആ നാട്ടിലെ മുഴുവൻ തലമുടി കൊണ്ടിടുന്ന സ്ഥലം, മുഴുവൻ വേസ്റ്റും കൊണ്ട് തള്ളുന്ന സ്ഥലം, രാത്രി പോലും ആളുകൾ അതുവഴി നടക്കാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഏരിയ ആയിട്ട് മാറി. എന്താ? ഒറ്റ മനുഷ്യൻ ആ സ്ഥലത്ത് വീട് മേടിച്ച് അവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ സിറ്റുവേഷൻ, ആ സ്ഥലത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറിയെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് ദേശത്ത് വ്യത്യാസം ഉണ്ടാകും. കരമടിച്ച് സ്തുതിച്ചേ. റക്ക റിക ദഗ ധന. ചില ഗ്രാമങ്ങളിൽ വിടുവിക്കപ്പെടും. അയൽ വീടുകളിലെ മദ്യപാനാസക്തി മാറും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അപ്പുറത്തെന്നും ചീത്തവിളിയാണെങ്കിൽ തിരിച്ച് ചീത്ത വിളിക്കരുത്. കൈനീട്ടി പ്രാർത്ഥിക്കണം, കൈനീട്ടി പ്രാർത്ഥിക്കണം. നിന്റെ ചുറ്റുപാടിൻ്റെ ബന്ധനങ്ങളെ അഴിക്കാൻ. റക്ക റിക്ക ദഗന രഗന അന്ത രഗജ രബന ശകന. അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവമക്കള് ദേശത്തൂടൊക്കെ നടന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഞങ്ങളെ നിങ്ങൾ ഒറ്റുകാരായി കാണരുത്. ഞങ്ങൾ ദേശത്തിൻ്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിക്കും. മക്കൾ ഒഴുകി പോകുക ട്രക്ക് അഡിക്റ്റായിട്ട്. ഇത് കണ്ടുകൊണ്ട് നോക്കാൻ ഒക്കത്തില്ല. കഞ്ചാവ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കും. ഞാൻ പോയി പ്രാർത്ഥിക്കുന്നവനാ. ഓരോ സ്ഥലങ്ങളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്താ കാര്യം? ഞങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാ. കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ ഒക്കത്തില്ല. കരമടിച്ച് സ്തുതിച്ച് രാത്രി പറ, ക്രൂശിൻ്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് ദൈവശക്തി. ഋഗനം ജഗനം അടനം അതനം ഋഗ ദഗനം ഷാരം ധേര ധേര ധേനെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. മക്കളെല്ലാം പ്രാർത്ഥിച്ചേ. ആ ക്രൂശിൻ്റെ വചനത്തെ വിശ്വസിച്ചാൽ ഉണ്ടല്ലോ, ശിക്ഷകൾ മാറും, ശിക്ഷകൾ മാറും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? എന്നെ ആര് രക്ഷിക്കും? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എൻ്റെ ഏകജനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞ്, തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. പ്രിയരേ, ഇന്ന് ഭാരതഭൂമി കാണുന്നൊരു കാര്യമുണ്ട്. സുവിശേഷകനെ ഓടിച്ചിട്ട് അടിക്കുക. പ്രത്യേകിച്ച് വീഡിയോ ദൃശ്യങ്ങൾ അവർ തന്നെ പകർത്തിയിടുന്നുണ്ട്. അടിക്കുന്നവർ തന്നെ. എന്തിനാ? നാളെ മറ്റുള്ളവരും കണ്ട് ഇത് തന്നെ ചെയ്യണം. അടി ഇടിയൊക്കെ ഇട്ട് ഞാൻ പോയി പലരും കണ്ടു. ജയിലിൽ കിടക്കുന്നവർ, ജയിലിൽ അവർ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചു പിള്ളേരങ്ങ് സ്ട്രോങ് ആയി. ഞാൻ കണ്ടൊരു പെൺകുട്ടി
കൊച്ചു പെണ്ണ അവളായിപ്പോൾ അപ്പൻ ജയിലിൽ കിടക്കുമ്പോൾ യോഗം നടത്തുന്നത്. അവളങ്ങ് ബലപ്പെട്ട് 10-16 വയസ്സുള്ള പെണ്ണ് യോഗം നടത്തുക, അപ്പൻ ഇറങ്ങുന്നിടം വരെ ഞാൻ നടത്തുമെന്ന്. പ്രിയരെ, എന്തുകൊണ്ടാണെന്നറിയാമോ നിൽക്കുന്നത്? നിങ്ങൾ അറിയണം. ഞങ്ങളെ ഇന്ന് കഴുത്തെടുത്ത് വീഴ്ചാൽ, കഴുത്തെ കൊണ്ട് കത്തി വെച്ചിട്ട് യേശുവിനെ കളയാൻ പറഞ്ഞാൽ ഞങ്ങൾ കളയില്ല. നിങ്ങൾക്കറിയില്ല അതിൻ്റെ രഹസ്യം, അറിയണം. എനിക്ക് 52 വയസ്സായി. കഴുത്തട്ട് വീണാൽ കഴുത്തിറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭാര്യയെ ഓർത്ത് കൊച്ചുങ്ങളെ ഓർത്തെന്ന് പറയുക. ഇനി എനിക്ക് യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നാൾ ജീവിക്കും? ഇനി ഞാൻ എത്ര നാളോട് ജീവിക്കുമെന്ന് ഈ പറയുന്നേ? ഞാൻ കൂടി വന്ന 10, 20, 25, 30 വർഷത്തിൽ കൂടുതൽ ജീവിക്കുമോ? ഇല്ല. എന്നാൽ ഇപ്പം കഴുത്തറത്ത് വീണാലും ഞങ്ങളുടെ അകത്ത് തിളയ്ക്കുന്ന ഒരു ധൈര്യമുണ്ട്. യുഗങ്ങൾ നിത്യത. അതുകൊണ്ട് നിത്യത നഷ്ടപ്പെടുന്ന ഭീഷണികൾക്ക് മുമ്പിൽ പ്രിയരെ ഇവർ വഴങ്ങത്തില്ല. അത് തെറ്റിദ്ധാരണയാ. സിറിയയിലൊക്കെ കണ്ടിട്ടില്ല, നേരത്തെ നിർത്തി കഴുത്തറുത്ത് പൊളും അവർ യേശുവെന്ന് വിളിച്ചുകൊണ്ട് മരിച്ചു വീണത് ഒറ്റ ഉറപ്പാ. ഹല്ലേലൂയ. യേശുവിലൂടെ ഞങ്ങളുടെ മരണം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം ഈ രാത്രി ഞാൻ പറയാം, ഡു ഓർ ഡൈയുടെ മുമ്പിൽ ആ വിശ്വാസികൾ. മരിക്കേണ്ട വന്നാൽ വിട്ടേച്ച് പോകരുത്. മരിക്കേണ്ട വന്നാൽ കുഞ്ഞുങ്ങളെ പോകരുത്. അടിച്ചാൽ, കഴുത്തറ്റ് വീണാൽ, നീ കൂടി വന്നാൽ, ജീവിച്ചാൽ 10 വർഷം 20 വർഷം അതോ കുറ്റബോധത്തിൻ്റെ പിടിയിലമർന്ന് ഇത്ര നല്ല ഗുരുവിനെ ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള ഒറ്റുകാരൻ എന്ന ഭീതിയിലും പശ്ചാത്തലത്തിലും കുറ്റബോധത്തിലും ജീവിക്കുമ്പോൾ അന്നേരം കഴുത്തറുത്ത് വീണാലും രക്തം സംസാരിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനെ വെറുത്തതാം രക്തസാക്ഷി സംഘത്തിൽ ആയുധത്തെ ആന്തി നാം അയോധനം ചെയ്യണം. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. ഞങ്ങൾക്കാരോടും പിണക്കില്ല. ഞങ്ങൾ ആര് അടിച്ച തിരിച്ചടിക്കില്ല, വഴക്കിന് വഴക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യേശു ഞങ്ങളുടെ മരണം മാറ്റിയത് കൊണ്ട് അവിടുന്ന് മരിച്ചു. ഞങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്നുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശയുള്ള എല്ലാ ദൈവമക്കളും ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്വോത്രം, 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 സ്വോത്രം. പക്ഷെ ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ? യേശു 2000 വർഷം മുമ്പ് മാനവകുലത്തിന് വേണ്ടി മരിച്ചു, ശിക്ഷയേറ്റു, ശാപമൃത്യു മരിച്ചു, ശാപമായി, അടിയേറ്റു, ദരിദ്രനായി. എന്തുകൊണ്ട്? മനുഷ്യനെ തേടി. ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാ ഉണ്ടാകുക? മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ദിഷണാശക്തിയും ഉപയോഗിച്ച് യേശുവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഒറ്റ നിമിഷം സ്വീകരിച്ചാൽ അവൻ ക്രൂശിൽ ക്രിസ്തുവിലായി. പിശാച് വരും, പറയും ഇന്ന മാസം ഇത്രാം തീയതി അവൻ ഇന്ന തെറ്റ് ചെയ്ത പ്രകാരം ഇന്ന അടി കൊടുക്കണം, ഈ ശിക്ഷയ്ക്ക് അവൻ പാത്രീഭൂതനാ. കർത്താവ് പറയും ശരിയാ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, അവനിപ്പോൾ എന്നില്ല, അവൻ്റെ തെറ്റ് എൻ്റെ മേലാ. അവൻ സ്വതന്ത്രനായി. ഇതാണ് ക്രൂശി നടക്കുന്നത്. സ്വതന്ത്രനായി. അവൻ്റെ ശാപം മാറി, അവൻ്റെ ശിക്ഷ മാറി, മരണം മാറി യേശുവിൽ. ഈ രാത്രി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. ദൈവശക്തിയായി മാറും. എല്ലാവരും കർത്താവിനെ സ്തുതി ചെന്ന് പ്രാർത്ഥിച്ച് ഒരാൾ പോലും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. ചില കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഴിയാത്ത ചില പാപങ്ങൾ, ചില മേഖലകളിൽ നിന്ന് മോചനം കഴിയുന്നില്ലേ? യേശുവിൻ്റെ ക്രൂശിൽ ആശ്രയിക്കുക. യേശുവേ എന്നെ രക്ഷിക്കണം, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണ പാപത്തിൻ്റെ ചുവട്ടിലാ ഞാൻ. ആ നുകം എന്നെ പിന്തുടരുന്ന ഈ രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്റെ നുഖത്തെ ഉടയ്ക്കാൻ കഴിവുള്ള ഒന്നുണ്ട്, യേശുവിൻ്റെ ശക്തി, ക്രൂശിൻ്റെ ശക്തി. റഗന റിഗന രബന ഹദന. എൻ്റെ ഭർത്താവ് മദ്യപാൻ, എൻ്റെ കുഞ്ഞ് വഴിതെറ്റി, എൻ്റെ കർത്താവെ എൻ്റെ കുടുംബം നരകക്കുഴിയില്ല. നരകിക്കുക ഞാൻ. നിന്റെ നരകത്തെ സ്വർഗമാക്കാൻ കഴിയുന്നൊരു യേശുവുണ്ട്. യേശുവുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്ത്, രക്ഷിക്കപ്പെടും നമുക്കത് ദൈവശക്തിയായ യേശുവിന്റെ ഭാഷ. സ്വോത്രം, 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 സ്വോത്രം. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. പാപത്തെയും സാത്താനെയും കാൽവറിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. ജയം, ജയം,
ജയം 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി അല്ല കേട്ടോ, എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരമടിച്ച് ചില വ്യക്തികൾ മുമ്പിലോട്ട് പോയെന്ന് എനിക്ക് പറയാം. യേശുനാമത്തിനു ജയം ജയം എപ്പോഴോ ശത്രുഗേണ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗേണ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടും ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടും ജയത്തിന്റെ പാട്ടുകൾ ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച്. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ള ദീനാ. ജയം ജയം നിശ്ചയം. നായകനായുള്ള ദീനാ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം ക്രൂശിൽ നേടിയെടുത്ത ജയത്തെ ജയം ദൈവമക്കൾ സന്തോഷത്തോടെ we are celebrating the victory on the cross. ജയം ജയം ഹല്ലേലൂയ. നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. 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 ജയമേ. ഹല്ലേലൂയ. 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 ജയമേ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ഓ ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണമൊന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം 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 ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ
ദൈവശക്തി 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 ദൈവശക്തി